നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. 1199 ഇടവ മാസത്തെ ഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാരുടെ, അതായത് ആ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഇടവ മാസത്തെ ഫലം നോക്കാം. മകം, പൂരം, ഉത്രം നക്ഷത്രങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം, ഇത്രയും നക്ഷത്ര ഭാഗങ്ങൾ ചിങ്ങക്കൂറിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചിങ്ങക്കൂറിൻ്റെ പൊതുഫലങ്ങളും കൂടെ നോക്കിയിട്ട് നക്ഷത്രങ്ങളുടെ പ്രത്യേക ഫലങ്ങളിലേക്ക് നോക്കുന്നതാണ് നല്ലത്. ഉത്രത്തിൻ്റെ കാൽഭാഗം ചിങ്ങക്കൂറിലും ആദ്യത്തെ കാൽഭാഗം ചിങ്ങക്കൂറിലും അവസാനത്തെ മുക്കാൽ ഭാഗം കന്നിക്കൂറിലുമാണ് വരുന്നത്. അതുകൊണ്ട് ഈ ഉത്ര നക്ഷത്രക്കാർക്ക് പൊതുവെ പറയുമ്പോൾ അല്പം വ്യത്യസ്തമായ, ആദ്യത്തെ പാദവും ബാക്കി മുക്കാൽ ഭാഗവും തമ്മിൽ കുറച്ച് വ്യത്യസ്തമായ ഫലങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകമായിട്ട് നമുക്ക് പറയാനുള്ളത് താൽക്കാലിക ഫലങ്ങളാണ്, ഒരു മാസത്തേക്കുള്ള താൽക്കാലിക ഫലങ്ങളാണ്. ഏതാണ്ടൊരു 80% നമുക്ക് കൃത്യമായിട്ട് ഒപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. ബാക്കി എന്ന് പറയുന്നത് പേഴ്സണൽ ആണല്ലോ. എപ്പോഴും ജ്യോതിഷം എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. അതുകൊണ്ട് തന്നെ 100% ഒരു മാസഫലം കൃത്യമായിട്ട് പറയുക എന്ന് പറയുന്നത് അത്ര സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ പൊതുവായ ഒരു ഫലമായിട്ട് പറയുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ നോക്കാം. കൂറിൻ്റെ ഫലവും നക്ഷത്രത്തിൻ്റെ പ്രത്യേക ഫലവും കൂടി ചേർത്ത് നോക്കാം. അപ്പം ചിങ്ങക്കൂറിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷങ്ങളും ആഘോഷങ്ങളും ഉണ്ടാകുന്ന ഒരു മാസമാണ്. സന്തോഷങ്ങളും ആഘോഷങ്ങളും എന്ന് പറഞ്ഞാൽ വീട്ടിലൊരു കുഞ്ഞ് ജനിക്കുക, അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ആ കുഞ്ഞിൻ്റെ നൂലുകെട്ട്, പേരിടിയിൽ, അങ്ങനെയുള്ള ചോറൂണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ശിശുവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളുണ്ടാകാം. അകന്നു നിന്ന ബന്ധുക്കൾ, കുറെ കാലമായിട്ട് കാണാതിരുന്ന ബന്ധുക്കൾ വീട്ടിലേക്ക് വരുന്നു, അവർക്ക് ഒരു വിരുന്ന് തയ്യാറാക്കുന്നു, അങ്ങനെയാകാം. ഇല്ലെങ്കിൽ വിവാഹ നിശ്ചയമോ വിവാഹമോ പോലുള്ള വലിയ ആഘോഷങ്ങൾ ആകാം. ഗൃഹപ്രവേശം പോലുള്ള, ഗൃഹ നിർമ്മാണം പൂർത്തിയാക്കുക, ഗൃഹപ്രവേശം, അല്ലെങ്കിൽ കട്ടള വെപ്പ്, അങ്ങനെയുള്ള എന്തെങ്കിലും ആഘോഷമാകാം. ഒരു സദ്യ തയ്യാറാക്കി ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഒന്നിച്ചു കൂടുന്ന ഒരു ചടങ്ങുണ്ടാകും എന്ന് ധരിച്ചാൽ മതി. അല്ലെങ്കിൽ ജോലിയിലൊക്കെ ഇരുന്നവർക്കാണെങ്കിൽ റിട്ടയർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടികളോ അല്ലെ ഫങ്ഷൻസോ ഒക്കെ ഉണ്ടാകും. അപ്പോൾ എന്താണെങ്കിലും ആഘോഷങ്ങൾ ഏതെങ്കിലുമൊക്കെ ഈ മാസം പങ്കെടുക്കാനുള്ള ഒരു യോഗം ഉണ്ട്. അതുപോലെ തന്നെ പഴയ ഓർമ്മകളൊക്കെ പുതുക്കാനായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. സുഹൃത്തുക്കളൊക്കെ കണ്ട് പഴയ ഓർമ്മകൾ, ചിലപ്പം സ്കൂൾ വിദ്യാർത്ഥികളുമായി, സ്കൂൾ സഹപാഠികളുമായിട്ട് ചേർന്ന്, അല്ലെങ്കിൽ കോളേജിലെ സഹപാഠികളുമായിട്ട് ചേർന്ന് വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് ചേർന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്യാം. അല്ലെ പഴയ സുഹൃത്തുക്കൾ ഒന്നിച്ച് യാത്ര ചെയ്യാം. ഇതൊക്കെ സന്തോഷകരമായ കാര്യമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കൂട്ടത്തിൽ. ആഹാര കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആഹാര കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ആഘോഷം നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. അതായത് ചുരുക്കത്തിൽ നമ്മുടെ വയറിന് പറ്റിയ ആഹാരമൊക്കെ കഴിക്കാവുള്ളൂ എന്നർത്ഥം. ആഘോഷങ്ങൾ ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ അനന്തരഫലമായിട്ട് ഇങ്ങനെയൊരു ഫലവും കൂടെ നമുക്ക് പറയേണ്ടതുണ്ട്. ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കണം, ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു ഇത് പറയേണ്ടത്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക്, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരം, അവർക്ക് അംഗീകാരം കിട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അവർക്ക് ആളിനെ കൂട്ടാനും ആളുകളുടെ പിന്തുണ നേടാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ നാട്ടിലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നേതൃത്വം നൽകി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അതേസമയത്ത് മടിയൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല, ഊർജ്ജസ്വലത വേണ്ട ഒരു കാലഘട്ടവുമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. മടി പിടിച്ചിരുന്നാൽ ആ രാശി ഗ്രഹങ്ങളൊന്നുമില്ല, ആ രാശിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ഗ്രഹാവസ്ഥകൾ നോക്കുമ്പോഴത്തേക്കും പല പല കാര്യങ്ങളുമുണ്ട്. അത് വലിയ വിശദമായിട്ട് അങ്ങോട്ട് കിടക്കുന്നില്ല. സൂര്യൻ ഇടവൻ രാശിയിലാണ്. ചിങ്ങക്കൂറിൻ്റെ നാഥനായ, ചിങ്ങൻ രാശിയുടെ നാഥനായ സൂര്യൻ ഇടവത്തിൽ വ്യാഴത്തോടൊപ്പം നിൽക്കുകയാണ്. ഇടവം ശുക്രൻ്റെ രാശിയാണ്. സൂര്യൻ്റെ ശത്രുവാണ് ശുക്രൻ. ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു അവസാനം കിട്ടുകയില്ല ഈ പറയുന്നതിന്. അതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല.
പിന്നെ രാഹു മീനത്തിൽ ചൊവ്വയോടൊപ്പവും കേതു കന്നിയിൽ നിൽക്കുന്നു, ശനി കുംഭത്തിൽ തന്നെ തുടരുന്നു. ഇങ്ങനെയുള്ള കുറേ ഗ്രഹനിലകളുണ്ട്. ഇതെല്ലാം വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും മടിയും പിടിച്ച് അലസമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ചിങ്ങക്കൂറിൽപ്പെട്ട ആളുകൾക്കുള്ളത്. നല്ല ആക്റ്റീവായിട്ട് തന്നെ പ്രവർത്തിക്കുക. അപ്പം തൊഴിൽ മേഖലയിലാണെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുക, നല്ല രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക, നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. അതിനുള്ള ഗുണവും ലഭിക്കും. ഉന്നത അധികാരത്തിലൊക്കെ ഇരിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവരുടെ ആ പ്രവർത്തന മേഖല മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അവരുടെ തീരുമാനങ്ങൾ എല്ലായിടത്തും അംഗീകരിക്കപ്പെടും, അവർക്ക് നല്ല പ്രശസ്തി കിട്ടും. ഏത് തൊഴിൽ മേഖലയിൽ ഇരിക്കുന്നവർക്കും ഇത് ബാധകമാണ്. ഒരു വളരെ ചെറിയ ഒരു സ്ഥാപനം നടത്തുന്ന, ഉദാഹരണമായിട്ടൊരു തട്ടുകട നടത്തുന്ന ആളിന് പോലും നല്ല രീതിയിൽ പലഹാരങ്ങളും ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ തട്ടുകട പ്രശസ്തമാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണെങ്കിൽ, ഒരു വലിയ സെക്രട്ടറി റാങ്കിലുള്ളൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാളുടെ പ്രവർത്തനങ്ങൾ ആ നാടിന് മുഴുവൻ ഗുണകരമാവുകയും അയാളുടെ പേര് അവിടെ എന്നും ഓർക്കുകയും ചെയ്യും. പുതിയ ഇനിഷ്യേറ്റീവ് എടുത്ത ആൾ അല്ലെങ്കിൽ പുതിയൊരു വികസന പ്രവർത്തനം കൊണ്ടുവന്ന ആളെന്നുള്ള രീതിയിൽ എല്ലാവരും ഓർത്തിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഏതൊരു തൊഴിൽ മേഖലയിൽ ഇരിക്കുന്നവർക്ക് ഇത് ഗുണകരമാണ്. ഇപ്പോൾ ഒരു വില്ലേജ് ഓഫീസറാണ്, ഇപ്പം നാച്ചുറൽ കലാമിറ്റിയൊക്കെ ഉണ്ടാകുമ്പോൾ, അതായത് ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തുക, വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക, അതിലൂടെ അയാൾക്ക് പ്രശസ്തി ഉണ്ടാകാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ഏത് ജോലിയിലാണെങ്കിലും കുടുംബത്തിൽ സന്തോഷവും അഭിവൃദ്ധിയുമൊക്കെ നിറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. വിവാഹ യോഗമുണ്ട്. മകം പൂരം ഉത്തരം നക്ഷത്രക്കാർക്ക് വിവാഹ യോഗം, വിവാഹ ആലോചനകളൊക്കെ ഉറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു പരിധിവരെ ധനലാഭത്തിനും സാധ്യതയുണ്ട്. ബന്ധുജന സമാഗമം ഉണ്ടാകും. നേരത്തെ പറഞ്ഞല്ലോ, ദമ്പതിമാർ തമ്മിൽ പൊതുവെ ഐക്യമായിരിക്കും. അതുപോലെ തന്നെ സമൂഹത്തിലൊരു കീർത്തി നേടാനായിട്ട് യോഗമുണ്ട്. അപ്പോൾ ഊർജം നിറഞ്ഞ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. എങ്ങനെ? മടി പിടിക്കാതിരിക്കുകയാണെങ്കിൽ. മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഇതൊന്നും സാധിക്കില്ല, ഒരു കാര്യവും മുന്നോട്ട് പോവുകയില്ല. അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. അവസരങ്ങൾ വന്നു ചേരും, ഒരുപാട് അവസരങ്ങൾ ഈ സമയത്ത് വന്നു ചേരും. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന മകം പൂര ഉത്രം നക്ഷത്രക്കാർക്കാണെങ്കിൽ അവർക്ക് ജോലിക്കൊക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരും. നല്ല ഓപ്ഷൻസ് സ്വീകരിക്കുക. വിദേശത്തോട്ട് പോകാനായിട്ട് വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാർക്കും വിദ്യാർത്ഥികളായിട്ട് ഉപരിപഠനത്തിന് പോകാനായിട്ടിരിക്കുന്നവർക്കൊക്കെ അവസരങ്ങൾ വന്നു ചേരും. നല്ല ഏജൻസി മുഖേന മാത്രം പോകാനായിട്ട് ശ്രദ്ധിക്കുക. അവസരങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. അപ്പം നേതൃത്വ ഗുണങ്ങളും നമ്മുടെ കഴിവുകളൊക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു മാസമാണ് ഇടവമാസം. പിന്നെ മറ്റൊരു കാര്യം, നെഗറ്റീവ് കാര്യങ്ങളും കൂടെ പറയാം. ജോലി സ്ഥലത്ത് അല്ലെ പ്രവർത്തന മേഖലയിൽ ശത്രുക്കളുടെ ശല്യം കരുതിയിരിക്കേണ്ടതാണ്. നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അസൂയാലുക്കൾ ഉണ്ടാകും. വലിയൊരു ആക്രമം ഉണ്ടാകുന്നു എന്നുള്ളതല്ല, ശത്രുക്കളുടെ ഉപദ്രവം, അപവാദ പ്രചരണമൊക്കെ ഉണ്ടാകാം. അത് മൈൻഡ് ചെയ്യേണ്ട, അതിനെ ആ വഴിക്ക് വിടുക. എന്നോർത്ത് നമ്മൾ മടി പിടിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ നമ്മുടെ വഴിക്ക് ഉത്സാഹത്തോടു കൂടി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ മറ്റൊന്ന്, തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് അകലം പാലിക്കേണ്ടത് നിർബന്ധമാണ്. പല ആളുകളും നമ്മളെ സമീപിക്കും. വരുന്നവരെല്ലാം പിടിച്ച് കൂട്ടേണ്ട ആവശ്യം ഇല്ല. പിന്നെ ഓരോ നക്ഷത്രങ്ങളുടെ ഫലമായിട്ട് നമുക്ക് നോക്കാം. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗൃഹനിർമ്മാണത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഗൃഹം നിർമ്മിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അത് ഗൃഹനിർമ്മാണം തുടങ്ങാനായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാനും പറ്റുന്നതാണ്. അതിനുള്ള ധനം, സ്ഥലം വാങ്ങിച്ചിടുക, അല്ല സ്ഥലം ഓൾറെഡി ഉള്ളവർക്ക് ലോണുകളൊക്കെ ശരിയാക്കുക, അതൊക്കെ ഈ മാസം സാധിക്കാൻ കഴിയുന്ന കാര്യമാണ്. തൊഴിൽ രംഗത്ത് പൊതുവെ ശോഭനമായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ചെറിയ അസൂയാലുക്കളുടെ ശല്യമൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും പൊതുവെ അനുകൂല സമയമാണ്. ജോലിയിൽ പെർഫോം ചെയ്യാനായിട്ട്, നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാനും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഗുണകരമാണ്. വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് എക്സാമുകളിൽ, ഈ മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്കും, അതുപോലെ തന്നെ സ്റ്റേജ് പെർഫോമൻസുകളുണ്ടല്ലോ, സ്റ്റേജിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത്, അവരിലെ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കുന്നവർക്ക് ഗുണകരമായ ഒരു കാലഘട്ടമാണ്. പൊതുവെ നോക്കുമ്പോൾ ഗുണാനുഭവങ്ങളാണ് മകം നക്ഷത്രക്കാർക്ക് കൂടുതൽ. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളൊക്കെ പ്രത്യേകമായിട്ട് മകം നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരു വീട്ടിലെ അവസ്ഥ നോക്കുമ്പോൾ ദമ്പതിമാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിനുള്ള കാരണങ്ങൾ ഉണ്ടായേക്കാം. പലപ്പോഴും ബന്ധുക്കൾ മുഖേനയാണ് ഈ കാരണങ്ങൾ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും പരസ്പരം ഒരു മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞു തീർത്തോണം.
അപ്പം തന്നെ പറഞ്ഞു തീർത്തോണം. മനസ്സിലിട്ടത് പുണ്ണാക്കാനായിട്ട് ഇടവരുത്തരുത്. നമ്മൾ പറയാറില്ലേ, ഈ ചെറിയ ഒരെണ്ണം സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കുന്ന അവസ്ഥ എന്നൊക്കെ പറയില്ലേ. എന്ന് പറഞ്ഞാൽ മനസ്സിൽ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയോ ഒരു ദേഷ്യമോ വന്നു കഴിഞ്ഞാൽ അത് പറയണം. ഞാൻ ഇങ്ങനെയൊന്നുമല്ല, ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരസ്പരം തീർത്തോണം അത്. അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അങ്ങനെയുള്ള ഈ അന്യ വ്യക്തികളുടെ ഇടപെടൽ കൊണ്ട് കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കാനായിട്ട് മകനക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് തൊഴിൽ രംഗത്തും സാമ്പത്തിക രംഗത്തും അഭിവൃദ്ധിയാണ് ഉണ്ടാകുന്നത്. അവർക്കും വീട് നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കാനായിട്ട് സാധിക്കും. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമാണ്. പൊതുവെ ഭേദപ്പെട്ട കാലമാണ്. പുതിയ സംരംഭങ്ങളിലേക്ക് കൂടുതലായിട്ട് കടക്കണ്ട, വലിയ സാമ്പത്തിക ചെലവുള്ള പുതിയ സംരംഭങ്ങളിലേക്ക് ഈ സമയത്ത് കടക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല. നിലവിലുള്ള കാര്യങ്ങൾ ഉത്സാഹത്തോടു കൂടി തന്നെ കുറച്ചുകൂടെ വിപുലീകരിക്കാനായിട്ട് സാധിക്കും. നിലവിലുള്ള വ്യാപാരം കുറച്ചുകൂടെ വികസിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം നമുക്ക് ഇപ്പോൾ കാറ്ററിംഗ് ഒക്കെ നടത്തുന്ന ആൾക്കാർക്കാണെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ വലിയ വലിയ പ്രോഗ്രാമുകൾ പിടിക്കാനായിട്ട് 2-3 സഹായികളെ കൂടെ വെച്ചിട്ട് കുറച്ചുകൂടെ വലിയ പ്രോഗ്രാമുകൾ പിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏത് രംഗത്താണെങ്കിലും ഒരു നമുക്ക് പുറത്തു നിന്നുള്ള എക്സ്പെർട്ടുകളുടെ സഹായത്തോടു കൂടി തന്നെ പല കാര്യങ്ങളും വിപുലീകരിക്കാനായിട്ട്, വ്യാപാര രംഗത്താണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ലാബ് നടത്തുന്ന ആളാണ്, അയാൾക്ക് കുറച്ച് ബ്രാഞ്ചുകൾ പുതുതായിട്ട് ആരംഭിക്കണമെന്ന് വെച്ചോ, അതൊക്കെ ഈ സമയത്ത് സാധിക്കും. കടകളൊക്കെ ആണെങ്കിൽ പുതിയൊരു സ്ഥലത്ത് ഒരു കട, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യാപാരത്തിൻ്റെ തന്നെ മറ്റൊരു ബ്രാഞ്ച് തുറക്കാനായിട്ട് സാധിക്കും. ഏജൻസികളൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നമുക്ക് ചെയ്യാം. പുതിയ ഒരു മേഖലയിലേക്ക് കിടക്കുന്നത് ഈ സമയത്ത് വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്താൽ മതി. ആ കാര്യത്തിൽ വേണ്ടത്ര ഉപദേശം തേടിയിട്ടേ ചെയ്യാവുള്ളൂ. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച്, അതായത് ഉത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെട്ടവരെ സംബന്ധിച്ച് യുക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വിദഗ്ധരുടെ ഉപദേശം തേടേണ്ടതാണ്. ജീവിത പങ്കാളിയെ നന്നായിട്ട് വിശ്വസിക്കുകയും അവരുടെ ഉപദേശം കൂടെ തേടിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതായത് കുടുംബത്തെ ബാധിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. മിഥ്യാധാരണകളൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകണം ദമ്പതിമാർ തമ്മിൽ. പ്രായോഗിക വിജ്ഞാനമുള്ളവരുടെ ഉപദേശം തേടിയിട്ട് വേണം ഓരോരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ബന്ധുക്കളുമായിട്ട് കഴിയുന്നതും വഴക്കുകൾക്ക് പോകരുത്. ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് കുറച്ച് പ്രതികൂല അവസ്ഥകളൊക്കെ ഈ മാസം നേരിടേണ്ടി വരും. എങ്കിൽ പോലും നമ്മളൊരു സംയമനം പാലിക്കുക. നമ്മളും കൂടെ യുദ്ധത്തിന് പോകേണ്ടതില്ല. നമുക്കിവിടെ വേറെ ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്യാനുണ്ട്. വ്യാപാര രംഗത്തൊക്കെ അഭിവൃദ്ധിയാണ് ഉത്തരത്തിൻ്റെ ആദ്യ കാൽഭാഗത്തുള്ളവർക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ബന്ധുക്കളുമായിട്ട് പിണക്കത്തിന് പോകുന്ന സമയത്ത് അത് മാറ്റി വെച്ചിട്ട് അവരെ അവരുടെ വഴിക്ക് വിടുക. നമ്മളെ ബാധിക്കാത്ത പ്രശ്നത്തിനൊന്നും നമ്മൾ പോയി തലയിടണ്ട. നമ്മളെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ മാത്രം നമ്മൾ റിയാക്ട് ചെയ്താൽ മതി. അതും ദമ്പതിമാർ തമ്മിൽ ആലോചിച്ചിട്ട് ചെയ്താൽ മതി. മക്കൾ പ്രായപൂർത്തിയായവരാണെങ്കിൽ അവരോടും കൂടെ ആലോചിക്കണം എന്ത് നടപടി സ്വീകരിക്കണമെന്നുള്ളത്, എന്നിട്ട് ചെയ്താൽ മതി. അപ്പം നമ്മളിവിടെ പോസിറ്റീവായിട്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണെങ്കിലും വ്യാപാരമാണെങ്കിലും അത് വിപുലീകരിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. എപ്പോഴും പ്രായോഗികമായ ജ്ഞാനത്തോടു കൂടി പ്രായോഗികമായൊരു നയം സ്വീകരിക്കുക ജീവിതത്തിൽ. അതേസമയത്ത് ഉത്രം നക്ഷത്രക്കാരുടെ കന്നിക്കൂറിൽ വരുന്ന ആൾക്കാർക്ക് കുറച്ച് വ്യത്യാസമായ ഫലമാണ്. കാരണം അവരുടെ ജന്മക്കൂറിലാണ് കേതു സഞ്ചരിക്കുന്നത്. കന്നിക്കൂറിൽ കൂടെയാണ് കേതു സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു കുറച്ച് പ്രതികൂല അവസ്ഥകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ കന്നിക്കൂറിൽപ്പെട്ട ഉത്രം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും സാധ്യതയുണ്ട്. വലിയൊരു പ്രതിസന്ധി എന്ന് പറയത്തില്ല, എങ്കിലും ഉദ്ദേശിക്കുന്ന രീതിയിൽ സാമ്പത്തികം കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടും. അതുപോലെ തന്നെ ഈ കേതു നിൽക്കുന്നതുകൊണ്ട് തന്നെ അമിതമായ കോപം കന്നിക്കൂറിൽപ്പെട്ട ഉത്തര നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ കോപത്തെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് പിന്നീട് കാരണമാകും. നമ്മൾ കോപം വരുമ്പോഴത്തേക്കും വിളിച്ചു പറയുന്ന പല കാര്യങ്ങളും, ആലോചനയില്ലാതെ ചെയ്യുന്ന പല കാര്യങ്ങളും പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ കന്നിക്കൂറിലുള്ള ഉത്തര നക്ഷത്രക്കാർ അവരുടെ വികാര വിക്ഷോഭങ്ങൾക്ക് ഒരു സംയമനം പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കരുത്, വളരെ ശാന്തമായിട്ട് മാത്രം പ്രതികരിക്കുക. കാര്യം പറയണം, ആരോടാണെങ്കിലും ഉള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുക എന്നുള്ളത് പ്രധാനമാണ്. എങ്കിലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ജീവിതത്തിൽ. എന്നാൽ അതേ സമയത്ത് തന്നെ അതൊരു മര്യാദയുടെ ഭാഷയിൽ പറയുന്നതാണ് ഏറ്റവും നല്ലത്. യുദ്ധത്തിന് പോകുന്നതിനേക്കാളും നല്ലത് അതാണ്. മുൻകോപം എപ്പോഴും അപകടം വരുത്തി വെക്കും. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമുക്ക് മകം പൂരം ഉത്രം നക്ഷത്രക്കാരുടെ പൊതുഫലമായിട്ട് ഈ ഇടവമാസത്തിൽ പറയാനുള്ളത്. ഒരല്പം നീണ്ടുപോയതിൽ ക്ഷമിക്കുക. എല്ലാവരും ഈശ്വര പ്രാർത്ഥനയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക.
മകം നക്ഷത്രക്കാർ ഗണപതിക്ക് പ്രത്യേകമായിട്ട് വഴിപാട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പൂരം നക്ഷത്രക്കാർ മഹാവിഷ്ണുവിന് വഴിപാട് ചെയ്യുക. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും അനുഭവപ്പെട്ടാൽ ജലധാര കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശിവന് ജലധാര കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉത്രം നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനും മഹാദേവനും സുബ്രഹ്മണ്യ സ്വാമിക്കും വഴിപാട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഈ 3 നക്ഷത്രക്കാരും എപ്പോഴും പറയുന്ന പോലെ അവരുടെ കുടുംബ ദേവതയ്ക്ക് എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്താൽ അവരുടെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വർദ്ധിക്കാനായിട്ട് അത് ഉപകാരപ്പെടും. വ്യാപാരത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ആ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് കുടുംബദേവതയുടെ അനുഗ്രഹം ഉപകാരപ്പെടും. അതുകൊണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സുഹൃത്തുക്കൾക്ക് പരിചയക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാനായിട്ട് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.